ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഒരു പുതിയ നിയമത്തെക്കുറിച്ചാണ്. അവരെ നേരത്തെ തന്നെ നടപ്പിലാക്കിയ നിയമമാണ്, പക്ഷേ അതാരും വേണ്ട രീതിയിൽ നടപ്പാക്കുന്നില്ല എന്ന് കണ്ട് അതിനെതിരെ ഒരു സ്ട്രിക്റ്റ് ആക്ഷൻ എടുത്തിരിക്കുകയാണ്. അതായത് അയോധ്യയിൽ, അതായത് ശ്രീരാമക്ഷേത്രം പുതിയത് അവർ നിർമ്മിച്ചത് അറിഞ്ഞല്ലോ, ആ അയോധ്യയിൽ പൂർണ്ണമായി നോൺ വെജിറ്റേറിയൻ ബാൻ ചെയ്ത ന്യൂസാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് റിപ്പോർട്ടിലേക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഹോട്ടലുകൾക്കും ആഹാര വിതരണ കമ്പനികൾക്കും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ബിനുരാജ് ഉണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. ബിനുരാജ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രജനി, കഴിഞ്ഞ മെയ്യിലാണ് ആദ്യമായി അവിടെ വിലക്ക് ഏർപ്പെടുത്തുന്നത്. മാംസാഹാരം വിൽക്കരുത് എന്നുള്ള വിലക്ക് ജില്ലാ ഭരണകൂടം നൽകിയത്. പക്ഷേ അതിനുശേഷവും നിരന്തരമായി ഇത്തരത്തിൽ വിൽപ്പന നടക്കുന്നു. പ്രത്യേകിച്ച് ഓൺലൈനിലൂടെ അടക്കം ഇത്തരത്തിൽ വിൽപ്പന നടക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ചില സൂചനകളൊക്കെ തന്നെ ലഭിച്ചു, പരാതികളൊക്കെ തന്നെ ലഭിച്ചു. ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു ഉത്തരവുമായി ഇപ്പോൾ ജില്ലാ ഭരണകൂടം വന്നിരിക്കുന്നത്. മാത്രമല്ല, അവിടെയുള്ള ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ, ഇവിടെയൊക്കെ തന്നെ ഈ വിലക്ക് മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ മാംസാഹാരത്തിൻ്റെ വിൽപ്പന നടക്കുന്നുവെന്ന് പരിശോധനയിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, മദ്യനിരോധനവും ആ പ്രദേശത്ത് നിലനിന്നിരുന്നു. കടകളിലൊക്കെ തന്നെ അടയ്ക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഏതാണ്ട് 15 കിലോമീറ്റർ ചുറ്റളവിൽ രാംപഥിൽ അത്തരത്തിലുള്ള മദ്യഷോപ്പുകൾ ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അയോധ്യ ക്ഷേത്രത്തിൻ്റെ പരിപാവനതയെ കരുതി ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നു എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ മദ്യം വിൽക്കുന്ന കടകൾ അടയ്ക്കണം, ഈ മീറ്റ് ഷോപ്പുകൾ ഉണ്ടെങ്കിൽ അതടയ്ക്കണം. മാത്രമല്ല, ഈ വിതരണവും വിൽപ്പനയും, പ്രത്യേകിച്ച് ഓൺലൈൻ വിതരണം പൂർണ്ണമായി നിർത്തിവെക്കണം, സമ്പൂർണ്ണമായി നിർത്തിവെക്കണം. ഹോട്ടലുകളിൽ ഈ മാംസാഹാരം നൽകാൻ പാടില്ല, ഒപ്പം മദ്യവും നൽകാൻ പാടില്ല, 15 കിലോമീറ്റർ ചുറ്റളവിന് ഉള്ളിൽ എന്നുള്ള നിർദ്ദേശമാണ് പുതുതായി നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നൽകിയ നിർദ്ദേശം ഫലപ്രദമല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു ഉത്തരവിലൂടെ ഈ നിയന്ത്രണം അല്ലെങ്കിൽ ഈ നിരോധനം കർശനമാക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ന്യൂസ് കണ്ട പോലെ തന്നെ ഒരു നോൺ വെജ് ബാനാണ്. അതായത് മുമ്പ് നേരത്തെ ഈ ഒരു നിർദ്ദേശം എല്ലാവർക്കും നൽകിയതാണ്. പക്ഷേ ഈ ഓൺലൈൻ ഡെലിവറി, ഓൺലൈനായിട്ടുള്ള സർവീസസ്, ഇതൊന്നും തന്നെ പാലിക്കാതെ അവർ നോൺ വെജ് വിഭവങ്ങൾ സർവീസസ് തുടർന്നുകൊണ്ടിരുന്നതിനെക്കുറിച്ചാണ്, അതിനെ തുടർന്നാണ് ഈ ഒരു നടപടി എടുക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ അത്യാവശ്യം പ്രശ്നങ്ങളുള്ള ഒരു നടപടി തന്നെയാണിത്. അതായത് നമ്മുടെ ഒരുപാട് ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ. ഈ ഒരു നടപടി തീർത്തും ഒരു ഡെമോക്രാറ്റിക് അല്ല, നോൺ ഡെമോക്രാറ്റിക് ആണ്, നോൺ സെക്യുലറാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുള്ള ഫ്രീഡം ടു ഫുഡ്, അതായത് നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതിനെതിരെയുള്ള ഒരു കടന്നുകയറ്റം കൂടിയാണ് ഈ ഒരു അടിച്ചേൽപ്പിക്കൽ അല്ലെങ്കിൽ ഈ ഒരു നിയമ നടപടി എന്ന് പറയുന്നത്, പുതിയ നിയമനിർമ്മാണം എന്ന് പറയുന്നത് തന്നെ. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് അയോധ്യ ഒരു സെറ്റിൽമെൻ്റ് ആണെന്ന് തന്നെ നിങ്ങൾ കരുതുക. ഒരു വലിയ ടൗണാണ്, ഒരുപാട് മതസ്ഥർ അവിടെയുണ്ട്. തീർത്തും ഹിന്ദുക്കൾ മാത്രമുള്ളൊരു സ്ഥലമല്ല, ഒരുപാട് മതസ്ഥരുണ്ട്. അതായത് ബാക്കി 2 വലിയ മതങ്ങളായിട്ടുള്ള മുസ്ലിംസും ക്രിസ്ത്യൻസും ഉണ്ടെന്ന് തന്നെ കരുതുക. അവരുടെയും കഴിക്കാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അഥവാ ഇപ്പോൾ പത്മനാഭസ്വാമി ടെമ്പിൾ അമ്പലം ട്രിവാൻഡ്രം സിറ്റി തന്നെയാണ്. ഈ ഒരു നടപടി ഇപ്പോൾ പത്മനാഭസ്വാമി ടെമ്പിൾ പരിസരത്താണ് കൊണ്ടുവരുന്നത് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അത് അവിടെയുള്ള ഒരു രാഷ്ട്രീയ ഡെമോഗ്രഫിയെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഗുരുവായൂർ എടുക്കുക. ഗുരുവായൂർ അമ്പല പരിസരത്ത് അങ്ങനെ ഉണ്ടാവണം എന്നില്ല, പക്ഷേ ആ ഒരു ഫുൾ ഏരിയ, ഒരു ഇത്ര വലിയ റേഡിയസിൽ ഈ ഒരു മാറ്റം പോലെ കൊണ്ടുവരികയാണ് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും. അതേപോലെ ഒരുപാട് പേഴ്സണൽ റൈറ്റ്സിലോട്ടുള്ള കടന്നുകയറ്റം പോലെയാണ് ഈ ഒരു നിയമ നടപടി. ഇത് തീർത്തും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു നടപടിയാണ്. നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് കമൻറ്റിലിടൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ടോപ്പിക് എന്തിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് മെൻഷൻ ചെയ്യൂ, നമുക്ക് സംസാരിക്കാം. ഓക്കെ, ബൈ.